നമുക്കിന്ന് ഈ കാണുന്ന വലിയൊരു കാളഞ്ചിയെ കിട്ടിയ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ വനാമിക്ക് മീൻ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ അംബിക ചേച്ചി നന്നാക്കി എടുക്കുന്നത്. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വലിയ കാളഞ്ചി ഉണ്ടായിരുന്നില്ല, അത് വലിപ്പമുള്ളതുകൊണ്ട് തന്നെ 2 പേർക്കായിട്ടാണ് നമ്മൾ പങ്കുവെച്ച് കൊടുത്തത്. അതുകൂടാണ്ട് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചെമ്മീനായിരുന്നു. അതായത് ഇന്ന് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചെമ്മീൻ കാരച്ചെമ്മീനായിരുന്നു. അതെല്ലാം കൂടി ഒരു ടീമിന് നന്നാക്കിയെടുത്ത് ഈ കാണുന്ന ഐസ് ബോക്സിൽ നമ്മൾ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ കടയിൽ നിന്ന് നടന്നിട്ടുണ്ടായിരുന്ന അത്യാവശ്യം എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായി ഇന്നത്തെ. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡെയിലി വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ദിവസമൊന്നും ഞാൻ എണ്ണാത്തോണ്ട് തന്നെ എപ്പിസോഡ്, അതായത് എത്രാമത്തെ ഡെയിലി വ്ലോഗ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീതമ്മ ചേച്ചി കട്ട് ചെയ്യുന്ന കാളാഞ്ചി തന്നെയായിരുന്നു. കണ്ടില്ലേ എത്ര പെട്ടെന്നായിരുന്നു നോക്കി ആ പരിപാടി കഴിഞ്ഞത്. ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെത്തുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് വേറൊരു മുതലിനെ ചെത്തുന്ന വീഡിയോ, അതായത് വലിപ്പമുള്ളൊരു നല്ലൊരു കാളാഞ്ചിയെ ചെത്തുന്ന വീഡിയോ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അവസാനം പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലുപ്പം പോകുന്ന ചെമ്മീനാണത് ഈ കാണുന്ന കാരച്ചെമ്മീൻ. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ട് പ്രത്യേക ഒരു രീതിയിലാണ് ഇത് ഇന്ന് നന്നാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമുക്ക് കരിമീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കരിമീനായിരുന്നു നാടൻ മീനുകളിൽ വെച്ചിരുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ പ്രത്യേകിച്ച് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ തെള്ളിച്ചെമ്മീനാണ്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് നമ്മൾ ചൂടൻ ചെമ്മീനാണെന്ന് വിചാരിക്കും ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട്. പക്ഷേ തെള്ളിച്ചെമ്മീനാണ്, ചീനവലയിൽ കിട്ടിയ തെള്ളിച്ചെമ്മീനാണ്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നത് ടൈഗർ പോൺസിനെ കഴിഞ്ഞിട്ട് ഏറ്റവും വലിപ്പമുള്ള ചെമ്മീനാണ് നിങ്ങളിപ്പോൾ കണ്ടു കേട്ടോ. അതുകൂടാണ്ട് നമ്മുടെ ടാങ്കിൽ കിടക്കുന്നുണ്ടായിരുന്ന ഒരു ചെമ്പല്ലിയെ പോളിച്ചേട്ടൻ ഒരു ചേട്ടന് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെമ്പല്ലിയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 700 ഗ്രാമോളം ആയിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ തെള്ളിച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 6 കിലോളമാണ് നമ്മുടെ ചീനവല വലിക്കുന്ന ചേട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മൊത്തം നമ്മൾ തൂക്കിയെടുത്തിട്ട് അത് അപ്പം തന്നെ വേറൊരു കസ്റ്റമറിന് നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നത് വേറൊരു കസ്റ്റമറിന് മൊത്തത്തിൽ തന്നെ തൂക്കി കൊടുക്കേണ്ടിണ്ടായത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞെങ്കിൽ നല്ല ഉണക്കാൻ പറ്റിയ ചെമ്മീനാണ്. അപ്പോൾ ഇത് മൊത്തം പോയിട്ട് ഇതോ ഒരു ഉണക്കാനായിട്ട് ഒരു ടീമിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കാരച്ചെമ്മീനെ കഴിഞ്ഞിട്ട്, അതായത് ടൈഗർ പോൺസിനെ കഴിഞ്ഞിട്ട് വലിപ്പമുള്ള ചെമ്മീനാണിത്. അതായത് വനാമി ചെമ്മീൻ എന്നാണ് ഈ ഒരു ചെമ്മീൻ പറയുന്നത്. അതായത് നമ്മുടെ കെട്ടുകളിലൊക്കെ വളർത്തുന്ന ചെമ്മീൻ. ഏകദേശം ഒരു 3 മാസം 6 മാസം കൊണ്ടൊക്കെ ഇത്രയും വലിപ്പത്തും ഈ ഒരു ചെമ്മീൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ചെമ്മീൻ നമ്മുടെ കസ്റ്റമറുടെ പ്രത്യേക റിക്വസ്റ്റ് അനുസരിച്ച് ഒരു പ്രത്യേക രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അതായത് അതിൻ്റെ തലയുടെ ഒരു പോർഷൻ വെച്ചിട്ട് ആ ഒരു തൊണ്ട് മാത്രം കളഞ്ഞിട്ട്, ആ തൊണ്ടും വാലൊക്കെ കളഞ്ഞിട്ട് തലയുടെ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഈ കാണുന്ന പോലെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നന്നാക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈർക്കിലി, അതായത് സ്റ്റിക്ക് കോർത്തിട്ട് ചെമ്മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ അല്ല, ഈ സ്റ്റിക്ക് കോർക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടില്ല ചെമ്മീൻ. അപ്പോൾ അതേപോലെ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള രീതിക്കാണെന്ന് തോന്നുന്നു ഇത് കൊണ്ടുപോയിട്ട്. അപ്പോൾ എനിക്കറിയത്തില്ല കസ്റ്റമറുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നല്ല രീതിക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ചെമ്മീൻ തന്നെയാണ് അവർ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറും ആ ഗ്രില്ല് ചെയ്യാനുള്ള രീതിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഇവർ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ആ കത്രി കണ്ടില്ല, അപ്പോൾ ആ കത്രി വെച്ചിട്ട് അതിൻ്റെ ചെമ്മീൻ്റെ തലയും അതിൻ്റെ വാലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അംബിക ചേച്ചി അത് ആ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അനിത ചേച്ചി അതിൻ്റെ തൊണ്ട് ഉരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ നമുക്ക് ഇന്നും കണ്ടമാനം ചെമ്മീനായിരുന്നു കിള്ളാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ കിള്ളിയ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചത് കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇഷ്ടം പോലെ പിലോപ്പിയുടെ ഓർഡർ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെസ്റ്റോറൻറ്റിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മുടെ സീതമ്മ ചേച്ചി. പിലോപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീൻ്റെയൊക്കെ ഒരു അപരനാണ്. പേഴ്സണലി എനിക്ക് കരിമീനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം പിലോപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മീറ്റ് ഉണ്ടാവും പിലോപ്പിക്ക്. കരിമീനെ സംബന്ധിച്ച് പിലോപ്പിക്കും മുള്ളും തീരെ കുറവുമാണ്, മീറ്റും ഉണ്ടാവട്ടെ. അപ്പോൾ വീട്ടിലൊക്കെ ഞാൻ മെയിനായിട്ട് പിലോപ്പി എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ, എൻ്റെ വീട്ടിലെല്ലാവർക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കരിമീൻ, അത് കരിമീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കരിമീൻ്റെ ഒരു ചേട്ടൻ ലൈവായിട്ട് കരിമീനെ പിടിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. എന്നിട്ട് ആ ചേട്ടൻ അതിൻ്റെ കയറിൽ ഇങ്ങനെ കോർത്തെടുത്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാളാഞ്ചി നമ്മൾ തൂക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9.25 കിലോ, അതായത് 10 കിലോ ആവാനായിട്ട് 1/4 കിലോ മാത്രം ഉണ്ട് കുറവ്. അപ്പോൾ ആ ഒരു കാളാഞ്ചിയെ നമ്മൾ വെട്ടാനായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ചാക്കോച്ചേൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ പോളിച്ചേട്ടൻ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ചാക്കോച്ചേൻ്റെ മുട്ടിയുടെ മുകളിലോട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്ത് ചാക്കോച്ചേട്ടൻ ടൈമൊന്നും കളയാണ്ട് തന്നെ അപ്പം തന്നെ ചെത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ 9.25 കിലോ തൂക്കമുള്ളതുകൊണ്ട് തന്നെ
ഇത് 2 പേർ ചേർന്നിട്ടാണ് ഇതിനെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 2 പേർക്ക് പപ്പാതി, അതായത് പകുതി എന്ന് പറയുമ്പോൾ തലഭാഗം ഒരാൾക്ക് വാൽഭാഗം ഒരാൾക്ക്, അങ്ങനെയല്ല കേട്ടോ നമ്മളുടെ രീതി എന്ന് പറയുന്നത്. നമ്മൾ പങ്കുവെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീനെ വെട്ടുമ്പോൾ തന്നെ ഇപ്പോൾ തലയുടെ ഒരു ഭാഗത്തു നിന്ന് 2 കഷ്ണം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഷ്ണം ഒരു പാത്രത്തിലോട്ടും ഒരു കഷ്ണം മറ്റേ പാത്രത്തിലോട്ടും ഇട്ട് കൊടുക്കും. അതാണ് നമ്മളുടെ രീതി. അതായത് ഏത് പോർഷൻ, തലഭാഗം ആയാലും വാൽഭാഗം ആയാലും സെൻറ്റർ പോർഷൻ ആയാലും 2 കസ്റ്റമേഴ്സിനും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 കിലോയ്ക്ക് ആയിട്ട് ചിലപ്പോൾ ഒരു വീട്ടാവശ്യത്തിനായിരിക്കും വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ 9 കിലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല, പൈസയുടെ അല്ല ചിലപ്പോൾ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ സമീപിച്ചപ്പോൾ നമ്മൾ വേറൊരു ഓൾറെഡി നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന വേറൊരു കസ്റ്റമറെ ഞാൻ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ വെട്ടിക്കോ, പകുതി പോർഷൻ ആളെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ചേട്ടന് കൊടുക്കാനായിട്ട് പറ്റിയതിട്ട് നമുക്ക് ഈ ഒരു മീനെ. അപ്പോൾ ചേട്ടൻ ദൂരത്തുനിന്ന് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു കസ്റ്റമർ, പത്തനംതിട്ട വരെ എത്തേണ്ടതാണ് ഈ ഒരു മീൻ പോയിട്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ വന്നിട്ട് മീൻ വാങ്ങിച്ചിട്ട് പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് മുൻകൂട്ടി കണ്ടിട്ട് ഐസ് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മീൻ മുറിച്ചപ്പോൾ ഇതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാളാഞ്ചി മുറിച്ചപ്പോൾ അതിൻ്റെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ വളരെ റെയറായിട്ടാണ് കാളാഞ്ചി, അതായത് മുട്ടയുള്ള കാളാഞ്ചിയൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ കാളാഞ്ചിക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഇന്നത്തെ നമ്മുടെ ഈ കാളാഞ്ചി വാങ്ങിച്ച് 2 കസ്റ്റമേഴ്സിനും ഓരോ പോർഷൻ വീതം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ലക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളാഞ്ചിയിൽ മുട്ടയൊക്കെ കണ്ടുവരാറുള്ളൂ. മുട്ടയുള്ള മീനാണ്, എന്നാലും നമുക്ക് കിട്ടാവുന്നതിൽ കിട്ടാറുള്ളത് വെച്ചിട്ട് മുട്ട അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ചാക്കോച്ചനോട് പറയായിരുന്നു, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കാളാഞ്ചിയുടെ വയറ്റിൽ നിന്ന് മുട്ട കിട്ടി. എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയമാണ്, ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആ ഒരു സമയമാണ് കാളാഞ്ചിയുടെ പ്രജനനകാലം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വലിയ കാളാഞ്ചിയെ വെട്ടി ഓൾമോസ്റ്റ് 3/4 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വെട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കായിട്ടുള്ള പീസുകളായിട്ടാണ് ഈ വെട്ടുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറിക്കും വേണം, വറക്കാനായിട്ടുള്ള പീസ് കുറച്ച് വലുപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കൊട്ടകൾ വെച്ചിട്ടുണ്ട്. ആ 2 കൊട്ടകളിലോട്ടാണ് 2 കസ്റ്റമേഴ്സും സെപ്പറേറ്റ് ആയിട്ട് വെട്ടുമ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് വറക്കാനായിട്ടുള്ള രീതിക്കും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ വറക്കാനായിട്ടുള്ള വലിയ പീസുകൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കാളാഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻറ്റർ ബോൺ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ബോണായിരിക്കും. പിന്നീടുള്ള മാംസത്തിൽ ഒരു പോർഷനിലും മാംസമുള്ള ഭാഗത്ത് മുള്ളയുണ്ടാവില്ല. അപ്പോൾ നല്ല രീതിക്ക്, പിന്നെ വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫ്ലഷ് ഉണ്ടാവും, നല്ല രീതിക്ക് നെയ്യുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ. കാളാഞ്ചിയുടെ പ്രത്യേകത സാധാരണ മീനുകളെ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ കാളാഞ്ചിയുടെ കാര്യത്തിലൊരു പ്രത്യേകത ഉണ്ട്. വലിപ്പം കൂടുന്തോറും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അന്യായമായിരിക്കും. അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യം വലിയ കാളാഞ്ചി വാങ്ങിച്ച് നിങ്ങൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഷുവർ കേസാണ്, നിങ്ങൾ വലിയ കാളാഞ്ചി പിന്നീട് എവിടെയെങ്കിലും വാങ്ങാൻ ഈ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് വാങ്ങാനൊന്നും ശ്രമിക്കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് വറക്കാൻ കണക്കാക്കിയിട്ടുള്ള ആ ഒരു വലുപ്പത്തിലും ആ ഒരു ഇതിലുമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ചാക്കോച്ചേട്ടൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വലുപ്പമുള്ള പീസ് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഏകദേശം ഒരു സ്റ്റേക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ പോലെ നല്ല രീതിക്ക് നല്ല വലിപ്പമുള്ള പീസാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാലിൻ്റെ തന്നെ സൈസ് ഉണ്ട് നിങ്ങൾ. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീനെ നെഡികെ പൊളിച്ചിട്ട് അതിൻ്റെ ഹാഫ് പോർഷനാണ് കേട്ടോ, അതിൻ്റെ തന്നെ വലിപ്പം കണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ മുറിച്ചിട്ട് 2-3 കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ കറി പീസുകളാക്കിയിട്ട് വീണ്ടും മാറ്റാനായിട്ടുള്ള ആ ഒരു അത്രയും വലിപ്പമുള്ള ഈ ഫ്ലഷ് ഇതിൽ നിന്നും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാളാഞ്ചി നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 640 രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ കാളാഞ്ചി നമ്മളിന്ന് വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കാളാഞ്ചി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി പോർഷൻ മതി, വലുപ്പമുള്ള കാളാഞ്ചി വരുമ്പോൾ നിങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ കാളാഞ്ചിയൊക്കെ വരുമ്പോൾ നിങ്ങളെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് കാളാഞ്ചി വന്നിട്ടുണ്ട് ചേട്ടാ വേണമെന്ന് ഞാൻ ചോദിക്കും നിങ്ങളോട്. അപ്പോൾ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ കാളാഞ്ചി, വലിയ കാളാഞ്ചി 9.25 കിലോ തൂക്കമുള്ള കാളാഞ്ചി വെട്ടി ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ അവസാനമായിട്ട് വെട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കായിട്ട് വേണ്ടിയിട്ടുള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ 2 കൊട്ട നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ മുട്ടയുണ്ട്, കാളാഞ്ചിയുടെ തലഭാഗമുണ്ട്, 2 കൊട്ടയിലും വാൽഭാഗമുണ്ട്, സെൻറ്റർ പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വലിയ 2 കവറുകൾ എടുത്തിട്ട് അതിലോട്ട് പകർത്തണേണ്ട. എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞില്ല, അത് കൊണ്ടുപോയിട്ട് നമ്മൾ തൂക്കി നോക്കും.
ത്രാസിൽ വെച്ചിട്ട് 2 പോർഷനും തൂക്കി നോക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഇവർ ഒരു വെട്ടുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഓരോ വെയിറ്റൊക്കെ തന്നെ ആയിരിക്കും. നിസ്സാര ഗ്രാമിൻ്റെയൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ അംബിക ചേച്ചി 2 കാളാഞ്ചിയും 2 കൈകളിലാക്കിയിട്ട് 2 കവറിലാക്കി പിടിച്ചിട്ട് തൂക്കി നോക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3900 ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ മറ്റേ 2 കവറും വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ 50 ഗ്രാമിൻ്റെ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കറക്റ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഈ കാണുന്ന ഐസ് ബോക്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പത്തനംതിട്ട വരെ പോവേണ്ടതാണ്. അപ്പോൾ ഐസ് ബോക്സിലൊക്കെ നല്ല രീതിക്ക് ഐസ് പാക്കേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടത്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്.